ബാക്കി പറയാം. ഇതാണ് നമ്മുടെ അവക്കാഡോ ഷേക്ക്. കുടിച്ചു നോക്കട്ടെ. ഇതും നല്ല തന്നെ പറയണല്ലോ പുഷ്പമ്മ. എന്ത് കുടിച്ചാലും നല്ലത് പറയുമ്പോ എല്ലാവരും പരാതിയാണ്. ഹായ്, എന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോണത് അവക്കാഡോ ഷേക്കാണ് ഉണ്ടാക്കാൻ പോണത്. പക്ഷെ ഈ അവക്കാഡോ എന്ന് പറയുന്നത് നമുക്ക് എല്ലാപ്പോഴും കിട്ടുന്നതല്ല. നല്ല തണുപ്പുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് നമുക്ക് ഈ അവക്കാഡോ കിട്ടുന്നത്. പിന്നെ എനിക്കിപ്പോ ഒരു കുട്ടി കൊണ്ട് തന്നതാണ്. ഇടുക്കിയാണ് ആ കുട്ടി. അപ്പൊ ആ ഇടുക്കിന്ന് എന്നെ കാണാൻ വേണ്ടി വന്നപ്പോ ആ കുട്ടി അവക്കാഡോ കൊണ്ടുവന്നിട്ടായിരുന്നു. അപ്പൊ ഇതിന്റെ ഷൂട്ടും കൂടി ഒന്ന് ചെയ്യണം ചേച്ചി എന്ന് കൊണ്ടാണ് എന്നെ കൊണ്ട് പറഞ്ഞിട്ട് പോയത്. ആ കുട്ടി അപ്പൊ ചോദിച്ചു, എന്നെ കൊണ്ട് ഈ അവക്കാഡോ വെച്ചിട്ട് ചേച്ചി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ഓ അതിൽ ഷേക്ക് ഒക്കെ ഉണ്ടാക്കാൻ പറ്റും, അപ്പൊ നമുക്ക് ഉണ്ടാക്കാന്ന് പറഞ്ഞു. അപ്പൊ അതൊന്ന് ചെയ്യുമോ ചേച്ചി ചോദിച്ചു. ഓ എന്ന് പറഞ്ഞു. അതാണ് ഞാനിപ്പോ ഈ വീഡിയോയിലേക്ക് വന്നിരിക്കുന്നത്. അപ്പൊ ഇതിലേക്ക് എന്തൊക്കെയാ വേണ്ട സാധനങ്ങളെന്നൊന്ന് പരിചയപ്പെടുത്തിയാലോ. ഫസ്റ്റ് വേണ്ടത് നമുക്ക് അവക്കാഡോ, പഞ്ചസാര, പാല്, റോസ് വാട്ടർ, ഏലക്കായ്, ഇത്രയും വെച്ചിട്ടാണ് ഞാൻ ഷേക്ക് ഉണ്ടാക്കാൻ പോണത്. ഫസ്റ്റ് വേണ്ടത് നമുക്ക് അതിനെ ഒന്ന് കട്ട് ചെയ്യണം. അത് കട്ട് ചെയ്യണത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഞാൻ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, നോക്കിക്കോളൂ. ഇങ്ങനെ എനിക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഒന്നും കൂടി കട്ട് ചെയ്ത് കാണിച്ചു തരാം. ഞാൻ ഒന്ന് എടുക്കുന്നുണ്ട്, കട്ട് ചെയ്യുന്നുണ്ട്, നോക്കിക്കോളൂ. ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇരിക്കും, കണ്ടില്ലേ? അപ്പൊ നമ്മൾക്ക് ഇതിനെ ഇങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലൊരു കായ ഉണ്ടാവും. ഇതിനെ നമ്മളങ്ങനെ പുറത്തേക്ക് എടുക്കുക. സ്പൂൺ വെച്ചിട്ട് ഇതിനെ ഇങ്ങനെ എടുക്കുക. ഞാനിതിങ്ങനെ എടുത്തിടുമ്പോ നമ്മുടെ പിസ്ത ഐസ്ക്രീം പോലെ ഇരിക്കണു നമുക്ക്. അതുകൊണ്ടല്ലേ ഇങ്ങനെ മെല്ലെ എടുത്താൽ മതി. നന്നായി പഴുത്താലേ കിട്ടുള്ളൂ. നല്ല പഴുക്കണം, എന്നാലേ നമുക്കിങ്ങനെ എടുക്കാൻ കിട്ടും. അതുകൊണ്ടല്ലേ നമുക്കിങ്ങനെ തള്ളിയെടുക്കാം. ഇപ്പൊ ഞാൻ ഒന്ന് വെച്ചിട്ടാണ് ചെയ്യണത്. 1 ലിറ്റർ പാലിലാണ് ഞാനിപ്പോ ചെയ്യാൻ പോണത്. ഒന്ന് വെച്ചിട്ട്. ഇപ്പൊ ഇത് വലിപ്പമുള്ളത് കൊണ്ട് നമുക്ക് ഒന്ന് മതി. ഞാൻ വലിയ ജാർ എടുത്തിട്ടുണ്ട്, ജ്യൂസ് ജാർ എടുത്തിട്ടുണ്ട്, നോക്കിക്കോളൂ. ഇതിലേക്ക് നമുക്ക് ഫസ്റ്റ് അവക്കാഡോ ഇട്ട് കൊടുക്കാം. ഞാൻ ഇപ്പൊ വലിയ ഒരു അവക്കാഡോ എടുത്തിട്ടുണ്ട്, നമുക്ക് അത് ഇതിൽ ഇട്ട് കൊടുക്കാം. 1 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്, നോക്കിക്കോളൂ. മധുരം അനുസരിച്ചിട്ട് ഇട്ടോളൂ. ഞാൻ ഇപ്പൊ ഇതിലേക്ക് 1 കപ്പ് എടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ ഏലക്കായ് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. റോസ് വാട്ടർ 1 ടീസ്പൂൺ ഒഴിക്കുന്നുണ്ട്. പാൽ 1 ലിറ്റർ ഒഴിക്കുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്ക് 2 പ്രാവശ്യമായിട്ട് അടിച്ചെടുക്കേണ്ടതാണ്. അപ്പൊ ഞാൻ ഫസ്റ്റ് ഒന്ന് നന്നായി അടിച്ചെടുക്കാം. തുറന്നു നോക്കാം. ഓ, നന്നായി അടിച്ചിട്ടുണ്ട്. നമുക്കിനി കുറച്ച് ഇതിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾക്ക് ഈ പകുതി വെച്ച പാലും കൂടെ ഇതിലൊന്ന് ഒഴിച്ചു കൊടുക്കാം. ബാക്കിയുള്ള വെള്ളം കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഒന്നുകൂടെ നന്നായി അടിച്ചെടുക്കാം. മൊത്തം ഞാൻ അടിച്ചെടുത്തു. നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പൊ നമ്മുടെ അവക്കാഡോ ഷേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിനെ ക്ലാസ്സിക്ക് സെർവ് ചെയ്യാം. അപ്പൊ ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്യാം. അപ്പൊ ബാബോ, നമ്മുടെ അവക്കാഡോ ഷേക്ക് റെഡി ആയിട്ടുണ്ട്. അവക്കാഡോ ഷേക്ക് അപ്പൊ നമ്മുടെ സെറ്റായി. നമ്മുടെ ഒരു കിടുക്കാച്ചി സബ്സ്ക്രൈബർ തന്നതാണ്. പേര് വെളിപ്പെടുത്തരുത് എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇടുക്കിയിൽ നിന്നുള്ള നമ്മുടെ ഒരു സഹോദരി നമുക്ക് വേണ്ടിയിട്ട് പാടിയിൽ എത്തിച്ചു തന്നാണ്. പുഷ്പമ്മയ്ക്ക് വേണ്ടിയിട്ട് ഒരു വ്ളോഗ് എടുക്കാൻ വേണ്ടി അടിപൊളി അവക്കാഡോ. നമ്മുടെ അവിടെ കാണുന്ന പോലെയല്ല, നല്ല മലയിലുണ്ടായ വലുപ്പം കൂടിയ നല്ല വലിയ അവക്കാഡാണ്. അടിപൊളിയായിട്ടുണ്ട്. എന്തായാലും സംഭവം കിടുക്കാച്ചിയായിട്ട് ഒരു ഷേക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ പുഷ്പമ്മ. അപ്പൊ എന്തായാലും ഷേക്ക് കുടിച്ചിട്ട് ബാക്കി പറയാം. ഇതാണ് നമ്മുടെ അവക്കാഡോ ഷേക്ക്. കുടിച്ചു നോക്കട്ടെ. ഇതും നല്ല തന്നെ പറയണല്ലോ പുഷ്പമ്മ. എന്ത് കുടിച്ചാലും നല്ലത് പറയുമ്പോ എല്ലാവരും പരാതിയാണ്. നല്ല തന്നെ പറയണു, ഗുഡ് ഗുഡ് തന്നെ പറയണുണ്ട്. പക്ഷെ സംഭവം കിടുക്കി ഇതില്
വലിയ കുഴപ്പമില്ല, അല്ലെങ്കിൽ നന്നായിട്ടില്ലാന്ന് പറയാനുള്ള സ്കോപ്പേ ഇല്ല. അത്രയ്ക്ക് അടിപൊളിയായിട്ടാണ് നമ്മുടെ പുഷ്പമ്മ കിടുക്കാച്ച് ഷേക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. സംഭവത്തിൽ അവക്കാഡോ എന്ന് മാത്രമല്ല, ബട്ടർ ഫ്രൂട്ട് എന്നും കൂടി പറയാം. അങ്ങനെയാണ് കൂടുതൽ പേർക്ക് അറിയാൻ തോന്നുന്നുണ്ട്. സംഭവം എന്തായാലും ഇത് കിട്ടിയാൽ നിങ്ങൾ ട്രൈ ചെയ്യണം. ഇത് കഴിച്ചു വെച്ച ഗുണങ്ങളുള്ളത് എന്തൊക്കെയാണ് അറിയാം? കൊളസ്ട്രോൾ ഒക്കെ നമ്മുടെ നല്ല കൊളസ്ട്രോൾ പുഷ്പമ്മ വലിയ 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 അറിവുകളിലേക്കൊക്കെ കടന്നു തുടങ്ങി. എന്താ വെച്ചാൽ അവക്കാഡോ കഴിച്ചാൽ മറ്റേ ചീത്ത കൊളസ്ട്രോൾ പോകുന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. സംഭവം അത് സത്യം നമ്മുടെ ദേഹത്തിനും നല്ലതാണ്. നല്ല വയസ്സായവർക്കൊക്കെ കൊടുത്തു വെച്ചാൽ നല്ലതാണ്. ഇത്തിരി തടി കൊളസ്ട്രോൾ ഒക്കെ ഉള്ളവര് ഇത് കഴിച്ചു വെച്ചാൽ നല്ലത് പുറത്തേക്ക് പോവും. അല്ല നല്ലതല്ല പുഷ്പമ്മ, വരും ഓടൊന്നും വേണം, കട്ടാക്കണ്ടാ. നല്ലതല്ല, ചീത്ത കൊളസ്ട്രോൾ പോകുന്നതാണ് പറയാൻ വന്നു പുഷ്പമ്മ. അത് അറിയാണ്ട് മാറിപ്പോയാണ്. എനിക്കും ഇടക്കിടക്ക് പറ്റില്ലാണ്, തെറ്റൊക്കെ പറ്റാറുണ്ട്. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. എല്ലാവർക്കും കഴിക്കാൻ വേണ്ടിട്ട് കാണിച്ചു തരാണ്. അത് എല്ലാ കടകളിലൊക്കെ മേടിക്കാൻ കിട്ടും. ഇത്തിരി വില കൂടുതലാണെന്നേ ഉള്ളൂ. പക്ഷെ ഒന്ന് വെച്ചിട്ടേ നമ്മൾക്ക് ഒരു 8-10 പേർക്ക് 1 ലിറ്റർ പാലിൽ ഇപ്പൊ ഞാൻ ഒന്നേ എടുത്തിട്ടുള്ളൂ. നമുക്ക് ഏകദേശം ഇപ്പൊ ഒരു അഗതികൾ ഒരു 10 ആളോ അല്ലെങ്കിൽ ഒരു 5 ആളൊക്കെ വരികയാണെങ്കിൽ നല്ല നമ്മൾക്ക് ഇതുപോലെ ഉണ്ടാക്കി ഷേക്ക് അടിച്ചിട്ട് കൊടുക്കണം വെച്ചാൽ കിടിലമായിരിക്കും. ഒരൊറ്റ അവക്കാഡോ കൊണ്ട് തന്നെ അതൊരു 10-15 പേർക്ക് കുടിക്കാനുള്ള ഷേക്ക്, 1 ലിറ്റർ പാലും 1/2 ലിറ്റർ വെള്ളവും അല്ലേ? നമുക്ക് എത്ര വേണമെങ്കിലും ആഡ് ചെയ്യാം. കുറച്ചും കൂടി ഇപ്പോഴും നല്ല ടൈറ്റാണ്. അപ്പൊ എന്തായാലും സംഭവം കിടുക്കിയിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് ഞങ്ങളെ അറിയിക്കണം, പുഷ്പമ്മനെ അറിയിക്കണം. എന്നാലും പുഷ്പമ്മയ്ക്ക് എനിക്ക് എല്ലാവർക്കും സന്തോഷമാവുള്ളൂ. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക, ബെൽ ബട്ടൺ കൊടുക്കുക. നല്ല കിടക്കാച്ചി വീഡിയോ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അടുത്ത കിടക്കാച്ചി വീഡിയോ കാണുന്നവർ എല്ലാവർക്കും പാടിക്കിച്ചിട്ട് ബൈ.